applause. നിറഞ്ഞ കൈയടി നൽകി നമുക്ക് എല്ലാവർക്കും മനോഹരമായ ഈ നിമിഷത്തിന്റെ ഭാഗമാവാം. Here we are recognizing and honoring the iconic director Shaji Kailas. താങ്ക് യു സർ. നിങ്ങൾ എല്ലാവരും സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്ക് ഈ സമയം കിടക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്നിവിടെ വന്നിരിക്കുന്നത് വരവെന്ന സിനിമയുടെ മ്യൂസിക് ലോഞ്ചിന് വേണ്ടിയാണ്. സോ അതിലേക്കാണ് ഈ സമയം നമ്മൾ കിടക്കുന്നത്. ബാക്കി ഗസ്റ്റുകളെ കൂടെ ഈ സമയം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AK സാജൻ സർ സ്റ്റേജിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സിനിമയുടെ സംഗീതം ചെയ്തിരിക്കുന്നത് സാം CS ആണ്. ആൻഡ് ദ ലിറിസിസ്റ്റ് ഈസ് വിനായക് ശശികുമാർ. ആദ്യത്തെ ഈ പാട്ട് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഈ പാട്ട് പാടിയിരിക്കുന്ന വ്യക്തിയെ കൂടെ വ്യക്തിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇദ്ദേഹത്തെ മലയാളികളുടെ മുന്നിൽ ഒരുപാട് ഫോർമലി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ സ്വന്തം MG ശ്രീകുമാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി പാടിയിട്ടുള്ള MG ശ്രീകുമാർ സർ, ഷാജി കൈലാസ് സാറിന്റെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. വരവെന്ന ഈ ചിത്രത്തിലും മനോഹരമായ ഒരു ഗാനം അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഇനി പാട്ട് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഏറെ ബഹുമാനത്തോടെ ജോഷി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരവെന്ന ഷാജി കൈലാസ് ചിത്രത്തിലെ ആദ്യത്തെ പാട്ട് ജോഷി സർ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നു. നിറഞ്ഞ കൈയ്യടി നൽകി സ്വാഗതം ചെയ്യാം. The hit maker, the legendary director Joshi sir joining the team of the movie Varuva on stage. ഒപ്പം ഡയറക്ടർ B ഉണ്ണികൃഷ്ണൻ സാറിനെ കൂടെ ഈ ഒരു ലോഞ്ചിന്റെ ഭാഗമാവുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. B ഉണ്ണികൃഷ്ണൻ സർ, ശരിക്കും ഇവരെല്ലാവരും തമ്മിൽ വളരെ നല്ലൊരു സൗഹൃദമുണ്ട്. AK സാജൻ സാറും ഷാജി കൈലാസ് സാറും B ഉണ്ണികൃഷ്ണൻ സാറും ഒക്കെ ആയിട്ട്. സോ അദ്ദേഹം കൂടി ഈ ഒരു നിമിഷത്തിന്റെ ഭാഗമാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒപ്പം സിനിമയുടെ DOP ശരവണൻ സാറിനെ കൂടെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. Ladies and gentlemen, നമ്മൾ എല്ലാവരും കാത്തിരുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. With your permission, we are launching the first song from the movie Varuva. Here we go. സാറിന്റെ വരവെന്ന ഈ ഒരു സിനിമയെ കുറിച്ചും ഞങ്ങളോട് പറയാനായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സദസ്സിന് നമസ്കാരം. 1989 ഷാജിയുടെ ആദ്യത്തെ ഫിലിം ദി ന്യൂസ്. അതിനകത്ത് ഞാനാണ് പാടിയത്. ആ ബന്ധം തുടർന്ന് 2026 വരവ് ഈ ചിത്രത്തിലും എനിക്ക് 2 പാട്ടുണ്ട്. ഇതൊരു മെലഡി സോങ് ആണ്. മെലഡി എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ സോങ് ആണ്. പിന്നെ ആസ് യൂഷ്വൽ മുരുകൻ്റെ ഒരു പാട്ട് എനിക്ക് കാണുമല്ലോ. ആ മുരുകൻ്റെ ഒരു പാട്ടും ഉണ്ട് ഇതിനകത്ത്. ആ സസ്പെൻസായിട്ട് വെച്ചിരിക്കുകയാണ്. സാം CS ആണ്, RDXൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ. അപ്പോൾ ഇത് എന്നെ കൊണ്ട് പാടിച്ച ഷാജിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും പിന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് സാജനും എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. സാധാരണഗതിയിൽ ഇതുപോലുള്ള ഒരു കുറച്ച് ഫൈറ്റ്സൊക്കെ ഉള്ള ഒരു ചിത്രത്തിൽ ഒരു മെലഡി കിട്ടാൻ പ്രയാസമാണ്. ഇത് എനിക്കെൻ്റെ ഈ വർഷം കിട്ടിയ ഒരു ബ്യൂട്ടിഫുൾ മെലഡിയായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഈ ഹാളിൻ്റെ ഒരു മുഴക്കം ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും അതിൻ്റെ ശരിക്കുള്ള ഒരു 4 വരി ഇതിൻ്റെ ക്ലാരിറ്റിയോട് കൂടി ഞാൻ പാടാം.
ലില്ലി മലരേ എന്തിനകമേ വേണ്ട ട്രാക്ക് വേണ്ട. ലില്ലി മലരേ എന്തിനകമേ ഒന്നു പിടയേ കണ്ണു നനയേ നെഞ്ചു മുറിയേ വിങ്ങനറിയേ ജന്മവഴികൾ മിന്നിമറയേ. ഓ ദൂരെ പള്ളിമണിയുടെ നാദം മെല്ലെ മുഴങ്ങണ നേരം വന്നു തൊടുന്നൊരു കാറ്റായി കാലം. അങ്ങനെ പോകുന്ന ഒരു പാട്ടാണ്. ഇതിൻ്റെ ഒരു സുഖം അതിൻ്റെ വരികളും കൂടാണ്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. ലില്ലി മലരെ എന്തിനകമേ, ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം. പിന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ട് പാടിയിരിക്കുന്ന അറിയാമല്ലോ ഏതാണെന്ന്. നരസിംഹം എന്ന ചിത്രം. നിങ്ങൾ എന്താ ഒരു തണുത്ത് തിരിക്കുന്നേ? നിങ്ങൾ എല്ലാവരും ഒന്ന് ചൂടായേക്കേ. ആ അപ്പൊ നിങ്ങളൊരു കയ്യടി തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് 4 വരെയും കൂടെ പാടാം. ഷാജി പാടിക്കോട്ടെ. ഏതാങ്കണക്ക ദില്ലം ദില്ലം ധളാങ്കണക്ക ചെണ്ടമൃതങ്ങം മേലെ കാവിൽ പോരക്കാവടി വേലിക്കോരടി വാണ്ടിപ്പടയണി വേളം. എവിടെ കയ്യടി? ഏതാങ്കണക്ക ദില്ലം ദില്ലം ധളാങ്കണക്ക ചെണ്ടമൃതങ്ങം മേലെ കാവിൽ ലൗഡ് ലൗഡ് 1 2 1 2 ാങ്കണക്ക ദില്ലം ദില്ലം ധളങ്കണക്ക ചണ്ടമൃതങ്ങ മേലെ കാവിൽ പോരക്കാവടി വേലിക്കോലടി വാണ്ടിപ്പടയടി വേളം. ഓ കാവടി വേളം. ഹേ നാട്ടുകച്ചക്കളരി പുൽക്കട വാൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വലം വിരിവെട്ടി ടോതിരി കടമുടടി തടയും താളം. ഓ കടകം താളം. കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യ പുകലുണ്ടേ. കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യ പുകലുണ്ടേ സതിരുണ്ടേ സംഗീത ശിരോമണി തങ്കവേലുവയ്യങ്ക തില്ലാന മോഹനാമ്പാൾ ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കടേശ. വെങ്കടേശ നാക്കില്ല മൂക്കില്ല വായില്ല കുന്നില്ല ഉച്ചയ്ക്ക് തേവാരത്തിലെ തൈമാസത്തിലെ കല്യാണത്തിൽ കറുകറുക മുത്തൽ ചോളോ ജാമേ കൊയ്തെടുക്ക് തങ്കമട് തട്ടാഞ്ചക്ക മാരിയമ്മൻ കുടമട് അക്കുടമട്. ഏതാങ്കണക്ക 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 ദില്ലം ദില്ലം ധളാങ്കണക്ക ചണ്ടമൃതങ്ങ മേലെക്കാവിൽ പൂരക്കാവടി വേലിക്കോലടി പാണ്ടിപ്പടയണി വേണം. ഓ കാവടി മേളം. ഓ കാവടി മേളം. ഓ കാവടി മേളം. ജോഷിയേട്ടൻ്റെ അതുപോലെ സ്വാമി സാറിൻ്റെ സാജൻ്റെ ഒരുപാട് പടങ്ങളിൽ ഞാൻ പാടിയിട്ടുണ്ട്. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റി ഫോർ സിംഗിങ്. ഈ വരവ് എന്ന ചിത്രത്തിൽ ഈ വരവ് ഒരു 1.5 വരവായിരിക്കട്ടെ, സിനിമയായാലും സാമ്പത്തികമായാലും. Thank you. Thank you so much, MG Sreemar sir, for bringing up our energy levels. നേരത്തെ എനർജി എല്ലാം ഇപ്പോൾ മ്യൂസിക് പോലും ഇല്ലാതെ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണല്ലേ പാടിയത്. This is why he is this phenomenal singer that he is. ഒരിക്കൽ കൂടി വലിയൊരു കൈയ്യടി നൽകാം for the one and only MG Sreekumar. നമ്മുടെ ഈ ഒരു സായാഹ്നം സംഗീത സാന്ദ്രമാക്കി മാറ്റിയതിന്. ഈ ഒരു സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൈന മ്യൂസിക് ആണ്. ഈ സമയം സൈന മ്യൂസിക്കിൽ നിന്ന് ആഷിഖിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Inviting Mr. Ashik from Saina Music on stage to speak a few words about the music of this movie. Saina Music നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഒരു പാട്ട് ഞങ്ങൾ ഓൾറെഡി കേട്ടു, അതിമനോഹരമായ ഗാനം. ബാക്കി പാട്ടുകളെ കുറിച്ചൊക്കെ എന്താണ് പറയാനായിട്ടുള്ളത്? So thank you for inviting me for the event. So കഴിഞ്ഞ 40 വർഷമായി ഇവിടെയുള്ള എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ട്.
സോ വരവിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഞങ്ങളുടെ എൻട്രി വന്നത്. ദർ ഹാസ് ബീൻ വെരി ഗുഡ് സോങ്സ് ഫ്രം MG sir and Sam CS has done the very best recently. So all the best for this movie and the music part of it. Thank you. താങ്ക് യു സോ മച്ച്. ഈ സമയം വേദിയിലേക്ക് ഒരുപാട് മികച്ച സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ സ്വാഗതം ചെയ്യുകയാണ്. സംവിധായകൻ എന്നതിലുപരി AK സാജൻ സാറിന്റെയും ഷാജി കൈലാസ് സാറിന്റെയും ഒക്കെ ഒരു അടുത്ത സുഹൃത്താണ് ഇദ്ദേഹം. നിറഞ്ഞ കൈയടി നൽകി നമുക്ക് ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഫെഫ്ക ജനറൽ സെക്രട്ടറി ആൻഡ് ഡയറക്ടർ ശ്രീ B ഉണ്ണികൃഷ്ണൻ. നല്ലൊരു കൈയടി നൽകി തന്നെ B ഉണ്ണികൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന അനേകം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകനാണ്. പൊതുവെ പറയുന്നത് ഈ ഡയറക്ടേഴ്സിനൊക്കെ ഒരു സിനിമയുടെ ചെറിയൊരു ഗ്ലിംസ് കാണുമ്പോൾ തന്നെ ആ ചിത്രത്തിന്റെ എസെൻസ് മനസ്സിലാവുമെന്നാണ്. ഇപ്പം വരവെന്ന സിനിമയിലെ ട്രെയിലർ നമ്മൾ കണ്ടു, പാട്ട് നമ്മൾ കണ്ടു. എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? നമസ്കാരം. അങ്ങനെ പറയാനുള്ള ശേഷിയൊന്നും ഇല്ല. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഷാജി, സാജൻ. തീർച്ചയായിട്ടും അവരൊന്നിക്കുന്ന സിനിമ ഗംഭീരമാകും എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. അതുപോലെ ആ സിനിമയ്ക്ക് മുതൽ മുടക്കിയിട്ടുള്ള ശ്രീ റജി, എല്ലാവർക്കും ആശംസകൾ. സിനിമ ഗംഭീരമാകട്ടെ. കിൻഡൽ ഇടി എന്നുള്ളത് ടൺ ഇടിയായി മാറട്ടെ എന്ന് പറയുന്നു. വാക്കുകൾക്ക് ഏറെ നന്ദി. ഇനി വരവെന്ന ഈ സിനിമയിലെ താരങ്ങളെ ഓരോരുത്തരായി നമ്മുടെ പ്രിയ താരങ്ങളെ ഓരോരുത്തരായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് അവരെ സ്റ്റേജിൽ കാണാനായിട്ടാണ്. ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് one of the most talented actresses and dancers that we have in Malayalam cinema. ഇപ്പം വളരെയധികം വൈറലായി വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ കൂടിയാണ്. മലയാളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ കല്യാണിയായി മാറിയിരിക്കുകയാണ്. Ladies and gentlemen, with a big round of applause, let's welcome the very young and talented actress Sania Ayyappan. നല്ലൊരു കൈയ്യടി നൽകി തന്നെ സ്വാഗതം ചെയ്യാം. She is looking absolutely gorgeous in black. ട്രെയിലറിൽ നമ്മൾ സാനിയയുടെ സീൻസ് കണ്ടു. അതേപോലെ പാട്ടിലാണെങ്കിലും അർജുൻ അശോകനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. So Sania, what do you have to say about this movie? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി നമ്മൾ കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരാളായിരുന്നു ജ്യോതിഷേട്ടനും അർജുൻ ചേട്ടനും. അപ്പോൾ പിന്നെ ഷാജി സാറിൻ്റെ പടവും കൂടെ ആയിരുന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ. വരവിൽ വളരെ ഒരു ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും കൂടെയാണ്. അത് കിട്ടുന്നതിന് ഷാജി സാറിനോട് ഒരുപാട് നന്ദി. ആൻഡ് ഒന്നുമില്ല പറയാൻ, എല്ലാവരോടും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ആൻഡ് ജൂലൈ 16 വരെയാണ്. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. and ഫൈനലി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. സോ നമ്മളുടെ സൈഡിൽ നിന്നുള്ള എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് നമ്മളുടെ സിനിമ കാണുക. താങ്ക് യു. സോ പൊതുവേ സാനിയ എങ്ങനെയാണ് ആക്ഷൻ സിനിമകളൊക്കെ കാണാറുണ്ടോ? ആക്ഷൻ റോൾ ചെയ്യണമെന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരു ഫുൾ ഓൺ ആക്ഷൻ റോൾ? തീർച്ചയായിട്ടും ആക്ഷൻ സിനിമകൾ, ത്രില്ലർ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം. ആൻഡ് എനിക്ക് തോന്നുന്നു എല്ലാ നായകന്മാരെ പോലെയും എനിക്കും ആഗ്രഹമുണ്ട് ആക്ഷൻ സിനിമകൾ ചെയ്യണം എന്നുള്ളത് തന്നെ. ഇതിൽ ഞാൻ ആക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ യെസ്, ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണ്. Hopefully very very soon. And എനിക്ക് തോന്നുന്നു സാനിയയുടെ ഇപ്പോഴത്തെ ഒരു ഫിസിക്ക് കൊണ്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് ഫോർ എ വെരി വെരി ഗുഡ് ആക്ഷൻ ഹീറോയിൻ. അത് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ സോങ്ങിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പം വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസസ്. അപ്പം ഷൂട്ടിംഗ് ഡേയ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ എന്താണ്? ഷൂട്ടിംഗ് ഡേയ്സ് നമ്മളുടെ കൂടുതൽ മൂന്നാറിലൊക്കെ ആയിരുന്നു. മൂന്നാർ, പിന്നെ പാല, ആ സൈഡിലായിരുന്നു ഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യ സിനിമ ക്വീൻ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ട് വേണ്ടിയിട്ടായിരുന്നു. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സീൻസ് ഉള്ളത് അർജുൻ അശോകനായിട്ടാണ്. സോ ഹൗ വാസ് ദി ഹോൾ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് അർജുൻ അശോകൻ? ഉണ്ടായിരുന്നു. അർജുൻ ചേട്ടനോട് നിക്കിത ചേച്ചി, വാവ എല്ലാവരും ഉണ്ടായിരുന്നു. വാവ നല്ല അത്യാവശ്യം നല്ല കുറുമ്പിയാണ്. അപ്പോൾ സെറ്റിൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. യെസ്. ആൻഡ് അങ്ങനെ അർജുൻ ചേട്ടനോട് വർക്ക് ചെയ്യണ മുമ്പ് അങ്ങനെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്, ബിക്കോസ് ഇതിനു മുമ്പ് അമ്മയുടെ പരിപാടിക്കൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾ തൊട്ടേ ഒരുമിച്ച് ടൈം സ്പെൻഡ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോജു ചേട്ടനെ, അതെ അർജുൻ ചേട്ടനെ. അപ്പോൾ എന്നെക്കാട്ടും കൂടുതൽ എൻ്റെ അമ്മയ്ക്കായിരുന്നു ഭയങ്കര സന്തോഷം ഈ സിനിമ കിട്ടിയപ്പോൾ.
ശരിക്കും അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അർജുനെ. സോ താങ്ക് യു സോ മച്ച് സാനിയ. ഐ തിങ്ക് നൗ ഐ ഗോ അഹെഡ് ആൻഡ് ഇൻവൈറ്റ് അർജുൻ അശോകൻ ഓൺ സ്റ്റേജ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരം അർജുൻ അശോകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാനിയ കൂടെ സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്താണെന്നറിയില്ല, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അർജുനെ. വളരെ ലൈക്കബിൾ ആയിട്ടുള്ള, വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അർജുൻ്റെത്. അത് മാത്രമല്ല, ഹി ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ മോസ്റ്റ് versatile actors of this generation. Arjun Ashokan on stage. So Arjun, ഷാജി കൈലാസ് സാറിന്റെ കൂടെ ഉള്ള രണ്ടാമത്തെ സിനിമയാണ്. പല ആക്ടേഴ്സിന്റെ ഭാഗ്യമാണ്, പ്രാർത്ഥനയാണ്, ആഗ്രഹമാണ് ഒരു സിനിമയെങ്കിലും കിട്ടണമെന്ന്. ഇവിടെ രണ്ടാമത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷാജി സാറിന്. ഒരു വിളി അപ്പം തന്നെ ഓടി വന്ന് നേരെ ചെയ്യുക. ഇടയിൽ ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഷാജി സാറായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ അല്ലെങ്കിൽ ആ രീതിയിലല്ല, ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇപ്പൊ ഏത് റോൾ വന്നാലും ഞാൻ ഏറ്റെടുക്കും. പക്ഷെ അടുത്ത പടത്തിൽ എനിക്കൊരു ഫൈറ്റ് സീൻ വേണം, അത് മാത്രമുള്ള ആഗ്രഹം. പിന്നെ എനിക്കുള്ള നമ്മുടെ സ്വന്തം ആൾക്കാരെല്ലാവരും, ദീപകേട്ടൻ, അസീസ് ഖ, പിന്നെ ബോബി ചേട്ടൻ, പിന്നെ ജോജു ഏട്ടൻ മെയിൻലി, പിന്നെ സനിയായിട്ട് എനിക്ക് ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ അതല്ലാണ്ട് തന്നെ ഭയങ്കര നല്ലൊരു അടിപൊളി കമ്പനിയാണ്. എനിക്ക് ഞാൻ മറക്കാത്ത കാര്യം എന്താ വെച്ചാൽ എൻ്റെ കല്യാണത്തിന് എനിക്ക് ഷർട്ടൊക്കെ ഗിഫ്റ്റൊക്കെ തന്ന ഒരു വ്യക്തിയാണ്. അത് അദ്ദേഹം ആരും തന്നിട്ടില്ല ആ സമയത്ത്. അപ്പൊ വളരെ സന്തോഷം. പിന്നെ രാജേട്ടൻ്റെ കൂടെ കുറെ പടമായി. അങ്ങനെ അത് എന്താ പറയണത് ആക്ച്വലി അറിയാൻ പാടില്ല. ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഒരു വരവാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതെന്തെല്ലാവരും ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത് കൊച്ചിക്കാരത് കളയാൻ ഒരു കയ്യടിയൊക്കെ എന്താ പ്ലീസ്. ഇത്രയും വന്നരുത്, നമ്മൾ ഇത്ര ഒരു പവറായിട്ട് നിൽക്കുമ്പോ പ്ലീസ്. ഹായ് അങ്ങനെ വെച്ചോട്ടാ കുറച്ച്. അപ്പൊ താങ്ക് യു. എന്തായാലും വളരെയധികം സന്തോഷം വരാൻ പറ്റിയാലും. പിന്നെ ഇത് ഞാൻ തേരാപ്പാറ നടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്, എനിക്കിങ്ങനെ ഗസ്റ്റ് ആയിട്ടൊന്നും നിൽക്കുന്ന ഒരു ഫീൽ കിട്ടൂല. മാക്സിമം ഇങ്ങനെ വന്നു, സംസാരിച്ചു, പോയി. താങ്ക് യു. താങ്ക് യു അർജുൻ. അപ്പൊ ഞങ്ങള് ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത് ജോജു ചേട്ടനും സുകന്യ മാമും ആയിട്ടാണ് തോന്നുന്നു, അല്ലേ? ആക്ച്വലി സാനിയായിട്ടാണ്. അപ്പൊ അവരുടെ കൂടെ അഭിനയിച്ച അനുഭവം അയ്യോ, എങ്ങനെയുണ്ടായിരുന്നു? ജോജുവായിട്ട് എനിക്ക് ആക്ച്വലി ജൂൺ തൊട്ടുള്ള ബന്ധമാണ്. അപ്പോ അത് പറയാൻ കുറെ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. ആക്ച്വലി കുറേ വലിയൊരു ബന്ധമാണ്. സുകന്യ മാമായിട്ട് എനിക്ക് ആക്ച്വലി അച്ഛൻ അമ്മ അമ്മായിമ്മ എന്നൊരു പടത്തിൽ അഭിനയിച്ചപ്പോ സുകന്യ മാമിനെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതൊരു വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ ഇപ്പൊ എടുക്കുന്നു. പിന്നെ അതേപോലെ വിൻസി ഉണ്ട് ഈ പടത്തിൽ. അടിപൊളിയായിരുന്നു, അതൊക്കെ എൻജോയ് ചെയ്തു ഈ പടം ഷൂട്ട് ചെയ്യണം. താങ്ക് യു അർജുൻ ചേട്ടാ. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന വ്യക്തി നമ്മുടെ എല്ലാവരുടെയും മറ്റൊരു ഫേവറേറ്റ് ആക്ടറാണ്. ഒരുപാട് സിനിമകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയെടുത്ത വ്യക്തിയാണ് AK സാജൻ സർ. നമ്മുടെ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അദ്ദേഹം ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. സ്വാഗതം ചെയ്യാം ദീപക് പറമ്പോൾ. കൈയടിച്ചപ്പോ ദീപക് പറമ്പോൾ. സോ ദീപക്, ഓൾറെഡി AK സാജൻ സർ പറഞ്ഞു അടിപൊളിയായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. സോ ഡെഫിനറ്റ്ലി വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദ മൂവി. അപ്പൊ എന്താണ് ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ചും ഹോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? നമസ്കാരം. സന്തോഷമുണ്ട്, കാരണം എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിന് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജി കൈലാസ് പടത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അതും ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ സമയത്ത് ഒരു സിഗരറ്റ് സ്ലോ മോഷനിൽ വലിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. സ്ലോ മോഷനിൽ വലിക്കുമ്പോൾ സുഖമുണ്ടല്ല, അതിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം പണ്ട് നരസിംഹമൊക്കെ ഇറങ്ങിയിട്ട് അച്ഛന്റെ കാലിൽ 5 4 3 4 നഖം വെട്ടിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗൊക്കെ, ആ ഫുൾ ഡയലോഗ് എനിക്ക് അറിയായിരുന്നു. അപ്പൊ അത് ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സിനിമയിൽ പഠിച്ച ഡയലോഗുകൾ എനിക്ക് കുറെയൊക്കെ സിനിമയിൽ എത്തിയപ്പോൾ കുറെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. സന്തോഷം. വരവ് കഴിഞ്ഞ പിന്നെ ഭയങ്കര ചെലവാണ്. അപ്പോ ഞാൻ കുറെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാറേയും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാർ പരിഗണിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ചെലവാണ് വരവ് കഴിഞ്ഞ പിന്നെ. അപ്പോ വീണ്ടും വരവിനായി വെയിറ്റ് ചെയ്യുന്നു. വരവ് എന്തായാലും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റ് ആവട്ടെ. എന്നാലും എനിക്കും വരവ് വരുള്ളൂ. വരൂല്ലേ? വരും, തീർച്ചയായിട്ടും. സോ ഇവര് രണ്ടുപേരുടെയും ചെറിയൊരു വിഷമം എന്ന് പറയുന്നത് ഇവർക്ക് സിനിമയിലെ ഫൈറ്റ് സീൻ ഇല്ല എന്നുള്ളതാണ്. ദീപകിനുണ്ടോ? ഫൈറ്റ് സീൻ ഇല്ല, പക്ഷെ ഫൈറ്റിൽ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അപകടം സിനിമയിൽ പറ്റിയിട്ടുണ്ട്. അത് സിനിമ റിലീസായിട്ട് പറയാം. പിന്നെ സ്ലോ മോഷൻ കിട്ടിയല്ലേ, അത് മതി. സ്ലോ മോഷൻ കിട്ടി.
നല്ല സ്ലോ മോഷൻ ആയിരുന്നു. അത് സ്ലോ മോഷൻ തന്നെ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, അത് ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫോണിൽ. എന്തായാലും ആ ട്രെയിലറിൽ കണ്ട സിഗരറ്റിന്റെ സീൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനി അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നാച്ചുറൽ ആക്ടിംഗ് കൊണ്ട് നമ്മുടെ എല്ലാം മനം കവർന്ന ഒരു നടനെയാണ്. സ്വാഗതം ചെയ്യാം അസീസ് നെടുമങ്ങാട്. നല്ലൊരു കൈയടി നൽകി. ശരിക്കും നല്ലൊരു കൈയടി ഓട്ടോമാറ്റിക്കലി വന്നു. അതിനർത്ഥം അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് ഇവിടെ. ഹാർട്ടി വെൽക്കം our beloved actor Aziz Nedumangad on stage. ഇദ്ദേഹവും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ക്യാരക്ടറിനെ കുറിച്ചും വരവെന്ന ഈ സിനിമയെ കുറിച്ചും അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അല്ല, നാച്ചുറൽ ആക്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറകെ നോക്കിയായിരുന്നു. കാരണം ഞാൻ ഈ പടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഷാജി സാറിൻ്റെ വീട്ടിൽ പണ്ട് ചാൻസ് ചോദിക്കൽ എന്ന് പറഞ്ഞാൽ വെള്ള പേപ്പറിൽ അഡ്രസ്സ് എഴുതുക, 3 സൈസ് ഫോട്ടോ, ഇങ്ങനെ 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 3 ഫോട്ടോ വെക്കണം, കൊണ്ടു കൊടുക്കണം. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തു, 2 പ്രാവശ്യം കൊടുത്തു. എപ്പോഴും അവിടെ ഒരു ചേച്ചി പുല്ല് നനയ്ക്കാൻ വേണ്ടിയിരിക്കും. Ladies and gentlemen, നമ്മൾ എല്ലാവരും ഇത്രയും നേരം ക്ഷമയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രിയ നായകനെ സ്വാഗതം ചെയ്യാനായിട്ടുള്ള സമയമാണ്. It is time for us to welcome our hero with lots of love and a big round of applause. Let's welcome the power-packed actor, the intense actor, നമ്മുടെ സ്വന്തം ജോജോ ജോർജ്. നിറഞ്ഞ കൈയടി നൽകി ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. The power-packed performer, the hero of the movie Varava, joining us here, the one and only Jojo George. ജോജു ചേട്ടാ ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ ഈ ഒരു സായനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരവെന്ന സിനിമയിലെ ജോജു ചേട്ടന്റെ കോ സ്റ്റാർസ് ഒക്കെ ഈ സമയം വേദിയിലുണ്ട്. അസീസ് ചേട്ടാ, ജോജു ചേട്ടനും എത്തിക്കഴിഞ്ഞു. കണ്ടിന്യൂ. അങ്ങനെ ഞാൻ 3-4 പ്രാവശ്യം സാറിന്റെ വീട്ടിൽ ഇത് കൊണ്ടു കൊടുത്തു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, സാർ ഒരുപാട് തിരക്കുള്ള ഒരു മനുഷ്യനാണ്, ഇതൊന്നും സാറ് കാണത്തത് പോലുമില്ല, ഇത് ചില സമയത്ത് ഞാനാണ് ഇത് എടുത്ത് കളയുന്നത്, എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, എൻ്റെ മോനെ ഒന്നീ സാറിനെ നേരിട്ട് കണ്ട് ചാൻസ് ചോദിക്കണം, ഇങ്ങനെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ചിലപ്പോൾ സാറ് നോക്കിയാലായി, ഇല്ലെങ്കില്ല, സാറിൻ്റെ തിരക്കറിയാലോ. പക്ഷേ ഇത് ഞാനൊരു ഇൻ്റർവ്യൂ പറഞ്ഞപ്പോൾ സാർ എന്നെ ഈ വരവ് എന്ന സിനിമയിൽ എന്നെ സാർ നേരിട്ടാണ് എന്നെ വിളിച്ചത്. അതിൽ ഈ പടത്തിൻ്റെ ഏറ്റവും, കാരണം ഇപ്പം ദീപക് പറഞ്ഞതുപോലെ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഷാജി കൈലാസ് എന്ന അദ്ദേഹം സാറിൻ്റെ പടത്തിൽ ചെയ്തത് തന്നെയാണ് ഏറ്റവും വലുത്. അപ്പോൾ ഈ പടം ഞങ്ങളെല്ലാവരും ആത്മാർത്ഥത കൂടിയാണ് എല്ലാവരും ചെയ്തത്. ദൈവാനുഗ്രഹം കൊണ്ട് പടം വിജയിക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു കിൻഡല് ഇടി തന്നെ ആയിരിക്കും ജോജോണൻ്റെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ആ കിൻഡലിടിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ സമയം വീണ നായരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സിനിമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട റോള് ചെയ്തിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നടി വീണ നായരുടെ നല്ലൊരു കൈയടി നൽകി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ദ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ടാലന്റഡ് ആക്ട്രസ് വീണ നായർ ജോയിനിങ് us ഓൺ സ്റ്റേജ്. ഒരുപാട് സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആയി മാറിയിരിക്കുന്ന വീണ നായർ. അപ്പൊ നിങ്ങൾ എല്ലാവരും കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണം, സെന്ററിലേക്ക് കയറി നിൽക്കണം എന്നൊരു റിക്വസ്റ്റ് നമുക്ക് മീഡിയ ടീമിന്റെ അടുത്തുനിന്ന് വന്നിട്ടുണ്ട്. സോ എല്ലാവരും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണം. വീണ ചേച്ചി, എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഷാജി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടി. AK സാജൻ സാറിന് മുന്നേ ഞാൻ പടം ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു കോള് വന്നപ്പോൾ തന്നെ ഞാൻ ഉടനെ AK സാജൻ സാറിനെയാണ് വിളിച്ചത്. സാറേ ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്, സാർ അതൊന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നോക്കണം. കാര്യം ഇതൊന്നും അങ്ങനെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്, സിനിമ തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ അസീസൊക്കെ ഞാനാണ് ഇതിനകത്ത് പേരായിട്ട് അഭിനയിക്കുന്നത്. എനിക്കറിയാവുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരവൺ സാറ്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലെജൻഡറി ആയിട്ടുള്ള ഒത്തിരി പേരുടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിനൊക്കെ അപ്പുറം ജോജി ചേട്ടൻ, ഞാൻ സെക്കൻഡ് ക്ലാസ് യാത്രയിൽ ജോജി ചേട്ടൻ ഞാൻ വേറായിട്ട് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ എല്ലാ ലൊക്കേഷനിലാണ് കാണുന്നത്. വിളിച്ചില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും എപ്പോഴും എല്ലാവരോടും ഒരേപോലെ, ആർട്ടിസ്റ്റുകളോടെല്ലാം തന്നെ ഒരേപോലെ പെരുമാറുകയും ഒരേപോലെ തന്നെ കരുതലോടുകൂടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ പടം എന്തായാലും തിയേറ്ററിൽ റിലീസാവാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക.
എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കിൻഡൽ ഇടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനും കുറച്ച് കിൻഡലടി എൻ്റെ കൺമുന്നിൽ വെച്ച് കിടന്നു, ഇടിക്കാൻ പറ്റിയില്ല അല്ലേ. ഞാൻ അസിസിക്കാൻ നോക്കിയതാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഓണത്തിനിടെ കൂട്ടുവെച്ചോടം എന്ന് പറയുന്നതല്ലേ ജോഷി സാറെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ സാറിൻ്റെ പടത്തിൽ ഒരു വേഷം, അതൊരു സീനാണെങ്കിലും അത് ഈ അവസരത്തിൽ ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇങ്ങനെ അല്ലാണ്ടൊരു അവസരം അദ്ദേഹത്തെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കിട്ടില്ല. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഷാജി സാർ ഇവിടെ, ഷാജി സാറെ താങ്ക് യു സോ മച്ച്. ജോജേട്ടാ താങ്ക് യു. പ്രൊഡ്യൂസർ എല്ലാവർക്കും, ഇതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവർക്കും, ഇവരുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാനൊരു ഭാഗ്യം ലഭിച്ചതിലും ഞാൻ ഒത്തിരി ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു ചേച്ചി. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വരവെന്ന ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫറിനെയാണ്. വലിയൊരു കൈഡി നൽകി നമുക്ക് ശരവണൻ സാറിനെ സ്വാഗതം ചെയ്യാം. One of the best cinematographers that we have in the entire South India. Hearty welcome to you, sir. ഈ ചിത്രത്തിലെ മനോഹരമായ ഫ്രെയിംസിന്റെ പിന്നിലെ വ്യക്തി ശരവണൻ സർ. So what do you have to say about this movie? എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ 7th ഫിലിം വിത്ത് ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജോജു ജോർജ്, the power pack performer, and here he is joining us on stage at the pre-release event of the movie വരവ്. അപ്പോൾ എനിക്കറിയാം ട്രെയിലർ കണ്ടു കഴിഞ്ഞ് നമ്മൾ എല്ലാവരും വളരെ വളരെ എക്സൈറ്റഡ് ആണ് ജോർജ് ചേട്ടന്റെ ഒരു ഫുൾ ഓൺ ആക്ഷൻ റോളിൽ കാണാനായിട്ട്. കാരണം ജോർജ് ചേട്ടന്റെ ഇടിയുടെ പഞ്ച്, ഇടിയുടെ പവർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലാണ്. അപ്പം എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ച് ഞങ്ങളോട് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലേറ്റായ സോറി. ഞാൻ ചാലക്കുടി ഒരുപാട് നല്ല ഷൂട്ടിങ് അവിടുന്ന് വന്നുകൊണ്ട് നല്ല ബ്ലോക്ക് ഇട്ടുകൊണ്ട് പോയതാണ്. എന്നെ ഇടിക്കാൻ പഠിപ്പിച്ച ആളാണ് ഇവിടെ ഇരിക്കുന്ന ജോസ്. കാരണം ഞാൻ കളറൊക്കെ ചെയ്ത് നരച്ച മുടിയൊക്കെ ജോസഫ് അഭിനയിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് പൊളിഞ്ഞു വാങ്ങി അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് റെഡിയുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വേഷം എന്നെ വെച്ച് ചെയ്ത് എനിക്ക് ധൈര്യം തന്ന ജോസാണ്. അഞ്ച് ഹാൻഡിൽ ചെയ്തു. ഇനി അടുത്തത് പറയാനുണ്ടെങ്കിൽ ജോസ് സാറിന്റെ സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷായ് സാറിന്റെ ബാബ കല്യാണി എന്നുള്ള സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. അതിൽ ലാലേട്ടനെ ക്ലോസ് റേഞ്ചിൽ കണ്ടത് ആ പടത്തിൽ വെച്ചിട്ടാണ്. അതിനു മുമ്പ് കൊല്ലിയേട്ടൻ എന്നുള്ള സിനിമയുടെ സെറ്റിന്റെ പുറത്തു നിന്ന് ഷൂട്ടിംഗ് കാണാനുള്ള അവസരം ഉണ്ടായി. അവിടെ നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ എന്താ പറയാ, ഇതിൽ പറയാൻ വലിയ അനുഗ്രഹം വേറെ ഇല്ല. ഇത്രയും വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്, പറ്റാവുന്നത്ര ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം ഇവരുടെ പോലെ തന്നെ ഞാനും ഇതിൻ്റെ ഭാഗമാവാൻ പറ്റിയത് എല്ലാവരെ പോലെ സന്തോഷിക്കുന്നു. താങ്ക് യു ഷായ് സാർ. പ്രൊഡ്യൂസർ സാഞ്ജനായിട്ടൊരു 10-30 വർഷമായിട്ടുള്ള ബന്ധമാണ്. തുടങ്ങിയ കാലം മുതൽ അന്ന് മുതൽ കരുതലോടുകൂടി നമ്മൾ നോക്കിയത് നന്ദി. അപ്പോൾ എല്ലാവരോടും വരവ് ഒരു വരവായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ട്രീറ്റ് ആയിരിക്കും. താങ്ക് യു സോ മച്ച്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ജോഷി എന്നോട് ചോദിക്കുന്നതിന് മുന്നേ AK സാജൻ സാറിനെ ഷാജി കൈലാസ് സാറിനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഈ സിനിമയുടെ സംവിധായകനായ ഷാജി കൈലാസ് സാറിനെ, റൈറ്ററായ AK സാജൻ സാറിനെ, ഒപ്പം പ്രൊഡ്യൂസറായ നൈസി മാമിനെ, രജി സാറിനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻവൈറ്റിംഗ് ദ റൈറ്റർ, ദ ഡയറക്ടർ ആൻഡ് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ മൂവി ഓൺ സ്റ്റേജ്. അവരായിട്ടുള്ള ആത്മബന്ധത്തെ കുറിച്ച് ജോഷി ഓൾറെഡി പറഞ്ഞു. തീർച്ചയായും ജോഷി ജോൺ രീതിയിലുള്ള ഈ ഒരു അവസരത്തിൽ അവരും സ്റ്റേജിൽ വേണം. എല്ലാവരും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണമെന്ന് നമുക്കൊരു റിക്വസ്റ്റ് മീഡിയ ടീമിൽ നിന്ന് വന്നിരിക്കുകയാണ്.
ഒരുപാട് ബഹുമാനിക്കുന്ന ജോഷി സാർ, ഷായി സാർ, ജോയ് ചേട്ടൻ, എല്ലാവരും MG സാർ. ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ഷാജി സാറിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഫ്രെയിമിൽ വരാൻ കൊതിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോങ്ങിലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നോക്കി സോങ് എനിക്ക് അത്രയും, ഞാൻ ഷാജി സാറിനെ ഫസ്റ്റ് കണ്ടപ്പോൾ സാറിൻ്റെ ഒരു ഫ്രെയിമിൽ ഒരു ക്ലോസ് കിട്ടാന്ന് പറഞ്ഞാൽ അത് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അത് വലിയൊരു ഭാഗ്യമാണ്. താങ്ക് യു സോ മച്ച്. ജോഷ് സാറിൻ്റെ ഒക്കെ സിനിമകൾ എൻ്റെ അമ്മക്ക് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ജോഷ് സാറിനെ കണ്ട് ഞാൻ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടുണ്ട്. സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും സോങ് അല്ലേ, നമ്മൾ പണ്ടൊക്കെ പാട്ടുകൾ ഹിറ്റായാൽ സിനിമ ഹിറ്റായി എന്നാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കാണുന്നത് പാട്ടുകളാണ്. പ്രത്യേകിച്ച് ഞാനൊരു ഡാൻസർ ആയതുകൊണ്ട് സാനിക്ക് ഭയങ്കര ഡാൻസറാണ്. അപ്പം നമുക്കൊക്കെ സ്റ്റേജിൽ ഡാൻസ്, ഞാൻ ഈ പാട്ട് കേട്ടോ പറഞ്ഞതാണ്, ഇനി കുറേ നാളത്തേക്ക് എനിക്ക് ഡാൻസ് ചെയ്യാനായിട്ടൊരു പാട്ട് കിട്ടിയിരുന്നു. അപ്പം ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു പാട്ടിൽ അതിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു. ചേട്ടാ, ഷായ് സാർ ആൻഡ് ക്യാമറ സാർ, എന്ത് രസമാണ് കാണാൻ, ഫ്രെയിംസ് ഒരു രക്ഷയില്ല. ഇതൊരു കളർഫുൾ ആണ്. കുറേ നാളുകൾക്ക് ശേഷം തോന്നി ഇങ്ങനെ ഒരു സോങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് സാനിയ അയ്യപ്പൻ. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കോട്ടയം രമേശിനെയാണ്. ഈ സിനിമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരിക്കുന്ന നടൻ കോട്ടയം രമേശിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. വ്യത്യസ്തമായ അഭിനയ ശൈലിയിലൂടെ മലയാള സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്തിട്ടുള്ള നടനാണ്. ഈ സമയം കോട്ടയം രമേശ് സർ അദ്ദേഹത്തിന്റെ ഈ ചിത്രത്തിലെ എക്സ്പീരിയൻസിനെ കുറിച്ചും കഥാപാത്രത്തിനെ കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഷാജി സാറിൻ്റെ രണ്ടാമത്തെ പടത്തിലാണ് ഞാനിപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ അഭിനയിച്ച സിനിമയാണ് കടുവ. കടുവയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ വേഷമെന്ന് കരുതി അഭിനയിച്ചപ്പോൾ തോന്നിയിരുന്നൊരു വേഷം സിനിമ വന്നു കഴിയുമ്പോൾ എൻ്റെ മറ്റുള്ള സിനിമകൾ പോലെ തന്നെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ആ കടുവയിലെ വേഷം നന്നായിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആ സിനിമ വീണ്ടും ഒന്നുകൂടെ കാണുന്നത്. അന്നേരമാണ് എനിക്ക് മനസ്സിലാകുന്നത് അത് ഇത്രയും ഭംഗിയായിരുന്നല്ലോ. കാരണം മൈന്യൂട്ടായിട്ടുള്ള ചില ആക്ഷൻസ് പോലും സാർ അത് ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് അന്ന് നന്ദി പറയാൻ സാധിച്ചില്ല. കാരണം അതിനുശേഷം പിന്നീട് ഞങ്ങൾ കാണുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, വരവിന് വേണ്ടി. ചെറുപ്പം മുതലേ സാറിൻ്റെ, ചെറുപ്പം എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് പ്രായമായതിനു ശേഷമുള്ള സാറിൻ്റെ ആദ്യകാല പടങ്ങൾ മുതൽ ഞാൻ കാണുന്നതാണ് എല്ലാ സിനിമകളും. ഒപ്പം അതേപോലെ ജോഷ് സാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, ഉറപ്പിച്ച് പറയുകയാണ്, ജോഷ് സാറിൻ്റെ പടവും അതിനു മുൻപ് സേതുമാധവ മാഷിന്റെ പടങ്ങളായിരുന്നു കൂടുതൽ. ഒപ്പം ആ സ്ഥാനത്തേക്ക് പിന്നെ ജോഷി സാറ്, ഷാജി സാറ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പടമാണ് എനിക്ക്, സിനിമകളാണ് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഞാൻ പല പ്രാവശ്യം കാണുകയും ചെയ്യും. ഇഷ്ടപ്പെട്ട ഒരു സിനിമ നിരവധി പ്രാവശ്യം കാണും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലാതെ ഏതെങ്കിലും ഒരു സിനിമയെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് വീണ്ടും കാണും. ഒരു നടനായാലോ നടിയായാലോ അല്ലെങ്കിൽ ഡയറക്ഷൻ ആയാലോ ക്യാമറ ആയാലോ അത് പ്രാധാന്യം കൂടുതലുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സിനിമ ഞാൻ വീണ്ടും കാണാറുണ്ട്. എന്തായാലും ഈ വരവ് സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആദ്യം എന്നെ വിളിക്കുമ്പോൾ അദ്ദേഹം നേരത്തെ എന്നെ ഇനി അടുത്തൊരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കണം എന്ന് അദ്ദേഹം എൻ്റെ ഏതോ ഒരു സിനിമ കണ്ടിട്ട് തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒപ്പം ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ജോജു, ആ ചേട്ടനെല്ലാം ഉണ്ടല്ലോ, സന്തോഷമാണ്. അപ്പൊ നേരത്തെ ജോജുവിനോട് പറഞ്ഞിരുന്നു ഇന്നയാള് ഇന്നെ വേഷം എടുക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അന്നേരം ഉറപ്പിച്ചു, ചേട്ടൻ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ജോജു പറഞ്ഞ് അന്നേരം എന്നോട് പറഞ്ഞിരുന്നു. അതും എനിക്ക് വളരെയേറെ പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവമായി. അതൊക്കെ വെച്ച് ഈ പടം പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിരവധി സന്ദർഭങ്ങളിൽ പ്രേക്ഷക മനസ്സിനെ വളരെയധികം ഒരു വിജൃംഭിക്കുക എന്നൊക്കെ നമ്മൾ പറയുകയല്ലേ, അപ്പം അതുപോലെയുള്ള ഒരവസ്ഥയിൽ ജിജ്ഞാസാഭരിതമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന കുറേ സിറ്റുവേഷൻസ്. ഈ സിനിമ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരിക്കലും ഒരു നഷ്ടമാവില്ല
എന്നാണ് എനിക്ക് ഉറപ്പിച്ചു പറയാനുള്ളത്. ഒപ്പം ഈ സിനിമയിൽ സഹകരിച്ച അല്ലെങ്കിൽ ഒപ്പം സഹകരിച്ചിരുന്ന എല്ലാ ആളുകളിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആദ്യം മുതൽ എന്നെ ഇതിലേക്ക് ഫിക്സ് ചെയ്തപ്പോൾ മുതലുണ്ടായിരുന്ന ജോബി ഉൾപ്പെടെ ഉള്ള ആളുകൾ. ജോബി ഞങ്ങൾ നേരത്തെ സുഹൃത്തുക്കളാണ്, ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ. എന്തായാലും എല്ലാം കൊണ്ടും ഒരു വലിയ സന്തോഷകരമായ ഒരു നിമിഷമാണിത്. ഇത് 100% വിജയത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളേവരോടും അഭ്യർത്ഥിക്കുവാണ് ഈ സിനിമ തിയേറ്ററിൽ പോയി നിങ്ങൾ കാണണം. എല്ലാത്തിലും ഉപരിയായി എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ഏറ്റവും ആത്മവിശ്വാസം തരുന്ന ഒരു കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും ബഹുമാനപ്പെട്ട ഗോകുലം ഗോപാലൻ സാറിൻ്റെയും കൃഷ്ണമൂർത്തി സാറിൻ്റെയും എൻ്റെ സ്വന്തം പയ്യനും കൂടെ ആയ സുജിത്തിൻ്റെയും കൂടെ ഒക്കെ ഒരു സഹകരണത്തിൽ ഗോകുലം ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുത്തതിൽ അവർക്ക് വേണ്ടിയും അവരോടൊപ്പം സഹകരിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം അതിന് എൻ്റെ പ്രത്യേകമായ നന്ദി ഒരു നടൻ എന്നുള്ള നിലയിൽ ആ സിനിമ വിജയിക്കേണ്ടത് എൻ്റെയും കൂടെ ബാധ്യതയാണല്ലോ, എൻ്റെയും കൂടെ കടമയാണല്ലോ എന്ന് ഓർത്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ അവരോട് നന്ദി പറയുന്നു, കടപ്പാട് അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. വാക്കുകൾ കേരളത്തിൽ ശ്രീ കോട്ടയ രമേശ്. അടുത്തതായി നമുക്ക് എല്ലാവർക്കും ചേർന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ബാലാജി ശർമ്മ. നല്ലൊരു കൈഡി നൽകി തന്നെ സ്വാഗതം ചെയ്യാം. ഒരുപാട് സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ നടനാണ്. എല്ലാവർക്കും നമസ്കാരം. ഡിന്നറിനുള്ള ടൈം ആയതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. ആദരണീയ ജോഷി സർ, ഷാജി സർ, ശരവണൻ സർ, എം ജി സുകുമാരേട്ടൻ, സായൻ ചേട്ടൻ, എല്ലാവർക്കും നമസ്കാരം. ഞാനും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഒരു കിൻഡൽ ഇടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എല്ലാവരും ആ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. ഇതൊരു അതിഗംഭീരപടമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാജി സാർ, AK സാജൻ ചേട്ടൻ്റെ കോംബോയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഷാജി സാറിൻ്റെ വേറെ 2 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. When the heart is full, the words are few. When the words are few, there is nothing to say. Thank you. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആക്കി ഹാരിയൊക്കെ എടുത്താണ് ചേച്ചി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് മുന്നിലിരിക്കുന്ന വിശിഷ്ടരെ, ഇത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്. കാരണം നിങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു ഭാഗ്യം എനിക്കുണ്ട്. കമ്മീഷണർ സുശീല ടീച്ചർ തൊട്ട് ഷാജി ചേട്ടൻ്റെ 1-2 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലെല്ലാം എനിക്ക് പ്രിയങ്ക എന്ന് പറഞ്ഞാൽ പുറത്തറിയാൻ പാകത്തിന് തന്നെ FIRലെ ആലീസ് ആയാലും അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത ഒരു പടത്തിലാണ് ഞാൻ. ഒരു ചെറിയ വേഷമാണെങ്കിൽ പോലും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. ഞാനെതിരെ പോലീസായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇപ്പം ന്യൂ ജനറേഷനിൽ ഒരുപാട് പേരോട് ഫ്രണ്ട് ഇരിപ്പുണ്ട്. പക്ഷേ വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞ ഒരാൾ IPS എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നത് വാണി വിശ്വനാഥ് തന്നെയാണ്. അത് നമ്മുടെ ഷായിച്ചേട്ടൻ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ആ ലുക്ക് വൈസും എല്ലാം ജനങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വാണിച്ചത്. അപ്പോൾ വാണി വരാത്തതുകൊണ്ടും അതുപോലെ തന്നെ സുകന്യ അമ്മായിമേലൊക്കെ ഞങ്ങൾ ഒരുപാട് ചേച്ചി അനിയത്തിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വരാത്ത ആൾക്കാരും ഈ പടത്തിൻ്റെ മുഖ്യ ഘടകങ്ങൾ തന്നെയാണ്. അതുപോലെ ഞാൻ അവിടെ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ഞാൻ പോയപ്പോൾ കണ്ടതാണ്. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോജിൻ്റെ ഒരു ഇടിസീനാണ് ഞാൻ കണ്ടത്. ആ ഒരു ഇടി ഇപ്പോഴും എൻ്റെ ചെവിയിൽ നിൽക്കുകയാണ്. ഒരു ഇടി കിട്ടിയിട്ട് ആ ചെവിയിൽ ആ മൂളക്കം ഇപ്പോഴും മാറിയിട്ടില്ല. ആ മൂളക്കം നിങ്ങളുടെ ഇടയിലേക്ക് കിണ്ടലായിട്ടല്ല, അതൊക്കെ മേലെയായിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങളാണ് ഈ പടം, ഷായിച്ചേട്ടൻ്റെയൊക്കെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആ പടത്തിൽ ഒരു ചെറിയ കൂട്ടത്തിൽ നിൽക്കാൻ വരെ ആൾക്കാർ അത്രയും എന്താ പറയുക, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പടങ്ങളായിരിക്കും എല്ലാം. അപ്പം അതിൽ ആ ഒരു ചെറിയ വേഷത്തിന് പോലും കാത്തിരുന്ന ഷായിച്ചേട്ടൻ്റെ ഈ പടം ഒരു വരവ് തന്നെയായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ ഒരു പടത്തിൻ്റെ പുറകിൽ നമ്മൾ പ്രൊഡ്യൂസറായാലും ചേർത്ത് നിർത്തി ആ പടം മുന്നോട്ട് കൊണ്ടുപോകണം. ക്യാമറ ആണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളി ഒരു പടം തന്നെയായിരിക്കും വരവ്. അപ്പം എല്ലാവരും കാണുക, തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എല്ലാവരും അതിനുള്ള പ്രോത്സാഹനം ഒക്കെ തരിക.
ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഷാജി ചേട്ടനും എൻ്റെ സുഹൃത്താണ് ആനി. ആ കുടുംബം പിന്നെ മക്കൾ രണ്ടുപേരെയും ഞാൻ കണ്ടത് ആ സമയത്താണ്, മോനും ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരുമാണ് ആ ഒരു ഫാമിലിയുടെ ശക്തി കൂടിയാണ് ഷാജി ചേട്ടൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഇവരുടെ ഫാമിലിയോടൊപ്പം കുറേ കൂടെ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. എന്തായാലും വന്നതിൽ വളരെ സന്തോഷം, എന്നെ ഇതിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ജോജുവിനെ ഒന്നും പറയാനില്ല, ഒരുപാട് വർഷം കൊണ്ട് കണ്ടുള്ള പരിചയമാണ്. പക്ഷേ ഇതുപോലെ ഇനിയും ഒരുപാട് പടങ്ങൾ ജോജുവിന് കിട്ടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോഷി ചേട്ടാ, എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ പ്രായം കുറേ കൂടി വരിക. അമ്മയായാലും അമ്മൂമ്മയായാലും ഇനി എനിക്ക് പറ്റിയ വേഷം എന്ന് വിചാരിക്കേണ്ട, ഏത് റോളായാലും ഞാൻ ചെയ്തോളാം. ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ജോഷി ചേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മൾ സിനിമാകത്തുള്ള എല്ലാവരും. അതിലൊരാളാണ് ഞാനും. എന്തായാലും ഇനിയും ജോഷി ചേട്ടൻ്റെ പഴയ പടങ്ങൾ പോലെ തന്നെ ഒരുപാട് നല്ല പടങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു ചേച്ചി. വരവെന്ന ഷാജി കൈലാസ് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ശ്രീ ഗോകുലം മൂവീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണറായ ഡ്രീം ബിഗ് ഫിലിംസിന്റെ സുജിത് സാറിനെ ഈ സമയം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് സുജിത് സർ ടു കൈൻഡ്ലി കം ഓൺ സ്റ്റേജ് ആൻഡ് സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. ശ്രീ ഗോകുലം മൂവീസ് ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്, വലിയൊരു ശക്തിയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? നമസ്കാരം. ജോജു ജോർജിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് ഞാൻ വിതരണം ചെയ്യുന്നത്. ആദ്യം വിതരണം ചെയ്ത ചിത്രം ജോഷി സാറിൻ്റെ ആൻ്റണിയാണ്. അതിനുശേഷം അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്ത പണി വിതരണം ചെയ്യാൻ ഒരു ഭാഗ്യമുണ്ടായി. ഇപ്പം ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടിയിട്ട് നമ്മുടെ ഓൾഗ പ്രൊഡക്ഷൻസിൻ്റെ ഈ ചിത്രം തിയേറ്ററിൽ എത്തിക്കുകയാണ്. അപ്പം ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 100% ഈ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് വരുന്ന ഓരോ ഓഡിയൻസിനും ഉറപ്പായിട്ടും അവരുടെ 100% സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ തന്നെ തിയേറ്റർ വിട്ടിറങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ മിക്സിങ്ങും ഫൈനൽ പ്രൊഡക്റ്റും കണ്ട ഒരു കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും, ചിത്രം തീർച്ചയായും നല്ലൊരു ഔട്ട്പുട്ട് തിയേറ്ററിൽ തരും. നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. 2 ദിവസത്തിനുള്ളിൽ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് സഹകരിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ജോജു ജോർജിൻ്റെ ഈ ഏറ്റവും അധികം സ്ക്രീനുകളിൽ എത്തുന്ന ചിത്രവും ഈ സിനിമ ആയിരിക്കും എന്ന് ഇതോടെ അറിയിക്കുന്നു. ഏറ്റവും അധികം സ്ക്രീനുകളിൽ, അതായത് കേരളത്തിൽ മാത്രം 220-ലധികം സ്ക്രീൻസ് ഉണ്ട്. ഓൾ ഇന്ത്യ 402 സ്ക്രീൻസാണ് ഇന്ത്യയിൽ മാത്രം ഉള്ളത്. ഓവർസീസിലൂടെ 600-ന് മുകളിൽ സ്ക്രീനിലാണ് ഈ ചിത്രം ഈ 16-ാം തീയതി തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് ഇതിനുവേണ്ടി അറിയിക്കുന്നു. ശ്രീ ഗോകുലം മൂവീസ് വളരെ ഒരു മികച്ച വിതരണം ശൃംഖല തന്നെയാണ് ചിത്രത്തിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. ഏറ്റവും നല്ല ഡിസ്ട്രിബ്യൂട്ടർ പാർട്ട്നേഴ്സിനെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിലെത്തി തന്നെ ചിത്രം കാണുന്ന ഒരു കൂടെ അഭ്യർത്ഥിക്കുന്നത്. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ സുജിത് സാർ പറഞ്ഞതുപോലെ വരവെന്ന ഈ ഷാജി കൈലാസ് ജോജു ജോർജ് സിനിമ ജൂലൈ 16-ാം തീയതി റിലീസ് ചെയ്യാണ്. അപ്പോൾ ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്.